ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേദ സാവിതി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദ്വിപോ നളിനികാന്തരാദിവ മൃണാളികാമാക്ഷിപന്നയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ. പദാനുപദം. അസൗ ഇത് ധ്രുവം തീർച്ച കപടശാലിനഃ കുടിലബുദ്ധിയുള്ള മധുഹരസ്യ വിഷ്ണുവിൻ്റെ മായാ ഭവേത് മായയാണ് ഇതി എന്നിങ്ങനെ ചിന്തിച്ച് അയം അവൻ കംസൻ ഭഗിനികാരാലിംഗിതാം സഹോദരിയുടെ കൈകളിൽ അടക്കിപ്പിടിച്ചിരുന്ന കിശോരികാം പെൺകുഞ്ഞിനെ ദ്വിപഃ ആന നളിനികാന്തരാത് താമരയ്ക്കുള്ളിലെ മൃണാളികാം ഇവ താമരനൂലിനെ എന്ന പോലെ ആക്ഷിപൻ പിടിച്ചു പറിച്ച് അജാം ജനിച്ചിട്ടില്ലാത്ത ജനനവും മരണവുമില്ലാത്ത നിത്യനായ ത്വദനുജാം അങ്ങയുടെ അനുജത്തിയെ കപലപട്ടകേ ശിലാതലത്തിൽ പിഷ്ടവാൻ ആഞ്ഞടിച്ചു. വിവർത്തനം. ഇതു തീർച്ചയായും കുബുദ്ധിയായ വിഷ്ണുവിൻ്റെ മായ തന്നെ എന്നു ചിന്തിച്ച കംസൻ സഹോദരി തൻ്റെ കൈകളിൽ അടക്കിപ്പിടിച്ചിരുന്ന പെൺകുഞ്ഞിനെ ആന താമരത്തണ്ടിലെ താമരവളയത്തെ എന്ന പോലെ പറിച്ചെടുത്തു. ജനന മരണങ്ങളില്ലാത്ത അങ്ങയുടെ സഹോദരിയെ അയാൾ പാറപ്പുറത്ത് ആഞ്ഞടിച്ചു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.